മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും ഓഫീസിലേക്കും ജോലിക്കും ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. ബാക്കിയായിട്ട് അവിടെ രവീന്ദ്രനും ചന്ദ്രയും മാത്രം ഉണ്ടായിരിക്കുള്ളൂ. രവീന്ദ്രൻ പറയാണ്, ഞാൻ എൻ്റെ കൂട്ടുകാരോടെ കവല വരെ ഒന്ന് പോയിട്ട് വരാം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഇവള് പറയുന്നുണ്ട്, ഓ ഞാനൊരുത്തി മാത്രം ഇവിടെ ഉണ്ടല്ലോ, ഒരു ജോലിയും ഇല്ലാതെ എന്ന് പറയുമ്പം രവീന്ദ്രൻ പറയാണ്, നിനക്കേ അന്നത്തെ കാലത്ത് തന്നെ ആവശ്യത്തിന് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നല്ലോ, കൂടെ പഠിക്കാനൊക്കെ ഞാൻ പറഞ്ഞല്ലേ. അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോയിട്ട് 10 കാശ് വരുമാനം ഉണ്ടാകത്തില്ലായിരുന്നോ? ഓ ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ എന്നും പറഞ്ഞിട്ട് ചന്ദ്രൻ ദേഷ്യപ്പെടുന്നുണ്ട്. രവീന്ദ്രൻ പറയാണ്, ഞാനൊരു വഴിക്ക് പോകാനിറങ്ങാ, ഇപ്പോഴെങ്കിലും എനിക്ക് ഇച്ചിരി സമാധാനം തരുമോ? അതിന് ഞാൻ നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, നിങ്ങൾ എങ്ങോട്ടെന്ന് വെച്ചപ്പോ എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ രവി പോയതിനു ശേഷം അങ്ങോട്ടേക്ക് ഒരു പോസ്റ്റ്മാൻ വരുന്നുണ്ട് കേട്ടോ. സുധിയുടെ പേരിലേക്ക് ഒരു കൊറിയറും കൊണ്ടാണ് കേട്ടോ അയാൾ വന്നിരിക്കുന്നത്. സുധി ഓൺലൈൻ വഴി ഒരു ഷർട്ട് ഓർഡർ ചെയ്തതാണ്. അങ്ങനെ അത് ചന്ദ്ര വാങ്ങിക്കുന്നുണ്ട്. അയാളെ പോവാണ്. ഈ ഷർട്ട് അവൾ പൊട്ടിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. വാ, നല്ല ഷർട്ട്, അടിപൊളിയായിട്ടുണ്ട്. വില നോക്കുമ്പോഴാണ് അവൾ ഞെട്ടിപ്പോകുന്നത്. 2000 രൂപയുടെ ഷർട്ടോ? അതിനുള്ള വകുപ്പൊന്നും ഇതിനില്ല. അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ ഓരോ കാര്യത്തിനും കാശ് വെറുതെ കളഞ്ഞോണ്ടിരിക്കും. ഇത് ശ്രുതിമോളെ കാണിക്കണം, എന്നിട്ട് അവനെ 2 വഴക്ക് വിളിക്കണം. ഒരു ബിസിനസ്സുകാരനായി എന്നിട്ട് പോലും ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നൊക്കെ പറഞ്ഞ് സ്വയമേ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഇതെങ്ങാണം രവിയേട്ടനോടൊപ്പം കാണുന്ന ഭാഗ്യമായി. പിന്നെ അത് മതി അവനിട്ട് കുറ്റപ്പെടുത്താനായിട്ട്. അവൻ കാശ് കളയാണ്, അവനൊരു ഇതും ഇല്ലെന്നും പറഞ്ഞിട്ട് വെറുതെ അവര് അങ്ങേരിന്ന് എന്റെ മോനെ കുറ്റം പറയും. ആ സച്ചിനാണെങ്കിലോ എടുത്ത് പൊക്കിക്കെറ്റി മാടി വെക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് ചന്ദ്രയാണെങ്കിൽ ആ കവറും കൊണ്ട് നേരെ ശ്രുതിയുടെ മുറിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ശ്രുതിയുടെ അലമാരിക്കകത്ത് ആ ഒരു കവർ കൊണ്ട് അവൾ വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ചുമ്മാ അലമാരിയൊക്കെ നോക്കാണ്. അങ്ങനെ അതിന്റെ ചെറിയ ഓറ തുറന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഒരു കവർ ഇരിക്കുന്നത് കാണുന്നുണ്ട്. ഇത് എന്ത് കവറാന്ന് ഓർത്തുകൊണ്ട് ചന്ദ്രയാണെങ്കിൽ ആ കവർ എടുക്കാൻ കേട്ടോ. എന്നിട്ട് നോക്കുമ്പം അതിനകത്ത് സുധിയുടെ ആധാറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓ സുധിയുടെ ആണോ എന്നും പറഞ്ഞിട്ട് അവൾ തിരിച്ചു വെക്കാൻ വന്ന സമയത്ത് ആ കവർ കൈ തട്ടി താഴെ വീഴുന്നുണ്ട്. അതിലെ സാധനങ്ങളെല്ലാം തെന്നിത്തെറിച്ച് താഴെയിട്ട് വീഴുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവളാണെങ്കിൽ ആ ഒരു പേപ്പേഴ്സ് എല്ലാം ഇങ്ങനെ കട്ടിലെടുത്ത് വെച്ച് അടുക്കി വെക്കാനായിട്ട് എടുക്കായിരിക്കും. അടുക്കി വെക്കുന്ന സമയത്താണെങ്കിൽ ശ്രുതിയുടെ ഒരു ആധാർ കാർഡ് ഇവളുടെ കയ്യിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ആ ചുമ്മാ എടുത്ത് അവളുടെ ഫോട്ടോ നോക്കുന്ന സമയത്ത് അതിൽ കല്യാണി എന്ന് എഴുതിയിരിക്കുന്നു. കല്യാണിയോ? ഇത് ശ്രുതിയുടെ ഫോട്ടോയാണല്ലോ, പിന്നെന്താ കല്യാണി എന്ന് എഴുതിയിരിക്കുന്നേ എന്ന് ഓർക്കാണ്. ഇനിയിപ്പോ അവളുടെ റെക്കോർഡിലെ പേര് കല്യാണി എന്നായിരിക്കും, എല്ലാവരും വിളിക്കുന്ന ശ്രുതി എന്നായിരിക്കും. അങ്ങനെയെങ്കിൽ ഇവൾ പറയേണ്ടതല്ലേ, ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞിട്ട് അതിനകത്ത് മുഴുവനും അരച്ചു പറക്കുന്നുണ്ടെങ്കിലും ബാക്കിയെല്ലാം സുധീരയാണ് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് പറയാനായിട്ട് അവള് ആ ഒരു അലമാരി മുഴുവനും അരച്ചു പെറുക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതിയുടെ ഡ്രസ്സുകളൊക്കെ വെക്കുന്ന ആ ഒരു തട്ടിന്റെ ഒരു പേപ്പറിന്റെ അടിയിലായിട്ട് എന്തോ ഇരിക്കുന്നത് നമ്മുടെ ചന്ദ്ര കാണുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര ആ ഒരു ഫയൽ എടുക്കുന്നുണ്ട് കേട്ടോ. അതെടുത്ത് ചന്ദ്ര തുറന്നിട്ട് കട്ടിലിട്ട് ഇങ്ങനെ ഇടുന്നുണ്ട്. അത് കാണുന്ന ചന്ദ്ര ആകെപ്പാടെ ഷോക്കായിട്ട് അങ്ങനെ നിൽക്കായിരിക്കും. എന്താണെന്നറിയാമോ, നമ്മുടെ ശ്രുതിയുടെ ആദ്യ വിവാഹത്തിന്റെ ഫോട്ടോ ആണ് കേട്ടോ അതിലുണ്ടായിരുന്നത്. ഇത് കണ്ട് ആകെപ്പാടെ ഷോക്കായി നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്ര. അത് മാത്രമല്ല, ആ വിമല എന്ന് പറഞ്ഞ നമ്മുടെ ശ്രുതിയുടെ അമ്മയുണ്ടല്ലോ, അമ്മയുടെയും ആദ്യമോന്റെയും കൂടെ നിന്നുള്ള ഫോട്ടോസും അവരെ ആദ്യമോനെ ഹഗ് ചെയ്തുള്ള ഫോട്ടോസും അവന്റെ 1ാം പിറന്നാളും 2ാം പിറന്നാളും 3ാം പിറന്നാളും അങ്ങനെ എല്ലാ പിറന്നാളുകൾക്കും ഇവരെടുത്ത ഫോട്ടോസും ഇവരുടെ ഔട്ടിംഗ് ഫോട്ടോസും അതുപോലെ തന്നെ ഇവളുടെ വിവാഹ വാർഷികത്തിന്റെ ഫോട്ടോസ് എല്ലാം കാണുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ആകെപ്പാടെ ടെൻഷൻ അടിച്ച് പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്ര. ഈശ്വര, ഞാൻ എന്തൊക്കെയാണ് ഈ കാണുന്നത്? ശ്രുതിയുടെ വിവാഹം നേരത്തെ കഴിഞ്ഞതായിരുന്നോ? ഒന്നുകൂടി അവൾ ആ ഫോട്ടോയിലൊക്കെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. അതെ, അത് ശ്രുതി തന്നെ, ഒരു മാറ്റമില്ല. ശ്രുതിയുടെ വിവാഹ ഫോട്ടോയാണിത് എന്നും പറഞ്ഞ് അവൾ ആ ഡേറ്റ് നോക്കുന്നുണ്ട്. ഇന്നേക്ക് 10 വർഷം പിന്നോട്ടായിരിക്കും ആ ഡേറ്റ്. 10 വർഷം മുമ്പേ അപ്പൊ അവളുടെ കല്യാണം കഴിഞ്ഞതാണോ? ആദ്യം പറയുന്നവനപ്പോ ഇവളുടെ മോളാണോ എന്നൊക്കെ 100 കൂട്ടം ചോദ്യങ്ങൾ നമ്മുടെ ചന്ദ്രയുടെ തലയിൽ കൂടി ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്ര ഓർക്കാണ്, അങ്ങനെയാണെങ്കിൽ ഇനി അവളെ ഈ ഭൂമിക്ക് മേലെ ഞാൻ വെച്ചേക്കില്ല. എന്ത് മാന്യമായിട്ടാ അവൾ എന്നെയും എന്റെ മകനെയൊക്കെ പറ്റിച്ചത് എന്ന് ഓർക്കുന്നുണ്ട്. മറ്റേ ആധാർ കാർഡൊക്കെ ഇരുന്ന ആ ഒരു കവറിനകത്ത് എല്ലാം പറക്കി അടുക്കി ചന്ദ്ര അകത്തേക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് ഈ കല്യാണ ഫോട്ടോസും ബാക്കിയുള്ള ഫോട്ടോസും ഒക്കെ ആയിട്ട് അവൾ അവളുടെ മുറിയിലേക്ക് വരുന്നുണ്ട്. വന്നിരുന്നിട്ട് ഇതെല്ലാം നിരത്തി വെച്ച് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാം ശ്രുതി തന്നെ, ഒരു മാറ്റമില്ല. അപ്പോഴാണ് ഓർക്കുന്നത്, ആ ഒരു ആധാറിനകത്ത് ഇവളുടെ പേര് കല്യാണി എന്നായിരുന്നല്ലോ.
ആ ആധാർ കാർഡും അവൾ എടുത്തോണ്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ അവരുടെ വെഡ്ഡിംഗ് ഫോട്ടോയ്ക്കകത്തൊക്കെ അടിയിലായിട്ട് കല്യാണി വെഡ്സ് എന്ന് പറഞ്ഞിട്ടാണ് മറ്റേ ആളുടെ പേരും കൂടി കൊടുത്തിരിക്കുന്നത്. അതും കണ്ട് അവൾ ഷോക്കാവുന്നുണ്ട്. അപ്പൊ ശരിക്കും ഇവളുടെ യഥാർത്ഥ പേര് കല്യാണി എന്നാണോ? അപ്പോ ഇവളുടെ മകനാണോ ആദി? ഇവളുടെ കല്യാണം നേരത്തെ ഒന്ന് കഴിഞ്ഞതാണോ? ഈശ്വര, എന്റെ തല പൊട്ടിത്തെറിക്കുന്ന പോലെ തോന്നല്ലോ. ഇതെങ്ങാണം മാറിൽ പറഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചെന്നിട്ട് കാര്യമില്ലെന്നും അവൾ ഓർക്കുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര ആകെപ്പാടെ വല്ലാത്ത ഡെസ്പായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ഉച്ചയ്ക്ക് പാർലറിൽ നിന്നും ലീവ് എടുത്തിട്ട് ശ്രുതി നേരെ വീട്ടിലേക്ക് വരാൻ കേട്ടോ. ഈ സമയത്ത് ചന്ദ്ര അവിടെ ആ ഫോട്ടോയൊക്കെ വെച്ച് നോക്കി പൊലമ്പി കരഞ്ഞോണ്ടിരിക്കാതിരിക്കല്ലോ. ശ്രുതി നേരെ കയറി വന്ന് ആന്റി ആന്റി എന്ന് വിളിക്കുന്നുണ്ട്. അങ്കിൾ അങ്കിൾ എന്ന് വിളിക്കാണ്. രവി അവിടെ ഇല്ലല്ലോ. അപ്പോഴേക്കും ചന്ദ്ര കണ്ണൊക്കെ ചുമന്നുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ്. ആഹാ, ആന്റി എവിടായിരുന്നു? ഞാൻ കുറെ വിളിച്ചു. ഞാനും ഉച്ചയ്ക്ക് ഇങ്ങനെ പോന്ന ആന്റി. നല്ല തലവേദന ക്ഷീണമൊക്കെ, എനിക്കൊന്ന് ഉറങ്ങണം, കുറച്ച് റെസ്റ്റ് എടുക്കണം, അതുകൊണ്ടേ ഞാനിങ്ങ് വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര ഒന്നും മിണ്ടാതെ നിൽക്കാണ്. എന്താ ആന്റി, എന്തു പറ്റി? മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നല്ലോ, എന്തു പറ്റി? സുഖമില്ലേ? അല്ല അങ്കിൾ എവിടെ എന്ന് ചോദിക്കാം കേട്ടോ. എന്നിട്ടും ചന്ദ്ര ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല. എന്താ ആന്റി മിണ്ടാതിരിക്കുന്നേ? കാര്യം പറ എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര അവളുടെ പുറകിൽ ഒളിപ്പിച്ച് പിടിച്ചിരുന്ന ആ ഫോട്ടോ എടുത്ത് ഇവളെ കാണിക്കാണ്. ശ്രുതി, ഇതാരാണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ശ്രുതി കണ്ണും വീഴ്ചുകൊണ്ട് നോക്കി നിൽക്കുന്നുണ്ട്. അവളൊരു അക്ഷരം പോലും മിണ്ടുന്നില്ല. അപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ നിന്റെ പേര് കല്യാണി എന്നാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനും അവൾ ഒരക്ഷരം പോലും മിണ്ടാതെ ആകെപ്പാടെ പേടിച്ച് വിറച്ച് നിൽക്കായിരിക്കും. ചന്ദ്ര ചോദിക്കാണ്, നീ എന്നെ ചതിച്ചല്ലോടി ദ്രോഹി. എന്റെ മകനെയും എന്നെയും ഒക്കെ നീ ഇത്ര കാര്യമായിട്ടാ ചതിച്ചത്. സച്ചി എപ്പോഴും പറയാറുണ്ട് നീ ഒരു ഫ്രോഡാണെന്ന്. പക്ഷെ ഇത്ര ഫ്രോഡാണെന്ന് ഞാൻ കരുതിയില്ല. ആ ആദ്യം അവന്റെ അമ്മയൊക്കെ നിന്റെ ആരാടി? നിന്റെ സ്വന്തം അമ്മയും നിന്റെ മകനുമാണോടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ചോദിച്ചുകൊണ്ട് അവളുടെ മുടിക്കുത്തിലൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചന്ദ്ര. ശ്രുതിയാണെങ്കിൽ ആന്റി വിടാന്റി, ഞാൻ പറയാന്ന് പറയുന്നുണ്ട്. എന്ത് പറയാനടി? നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കരുത്. ഞാനായിട്ട് നോക്കിക്കൊണ്ടു നിന്നയുടെ. എനിക്കിപ്പോൾ മനസ്സിലായി മലേഷ്യയിൽ നിന്റെ ആരുമില്ല. നീ പറഞ്ഞെല്ലാം പച്ച കള്ളാണ്. നിന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞതല്ലേടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവളുടെ കർണക്കൂറ്റ് നോക്കി ഒറ്റ അടി വെച്ച് കൊടുക്കുന്നുണ്ട്. ആന്റി എന്ന് വിളിച്ചുകൊണ്ട് ചന്ദ്രയുടെ കൈ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതി. എന്താടി നിന്റെ കൈ കയറി പിടിച്ചത് എന്ന് ചോദിക്കുമ്പം ആന്റി, ഞാൻ പറയുന്നു വന്ന് ക്ഷമയോട് കേക്ക്. നീ എന്ത് പറയാനാ? ഞാൻ എന്താ കേക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. ആന്റി, ഞാനൊന്ന് പറയട്ടെ. അത് ഞാനല്ല, അത് കല്യാണിയാണ് എന്ന് പറയുന്നുണ്ട്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഇത് കല്യാണിയാ. ഈ കല്യാണി ആരാണെന്നാ എനിക്കറിയേണ്ടത് എന്ന് പറയുമ്പോഴേക്കും ആന്റി, അതെന്റെ ഇരട്ടയാണ് എന്ന് പറയുന്നുണ്ട്. എന്താ ഇരട്ടയോ? അതെ ആന്റി, അതെന്റെ ഇരട്ടയാ. നീ എന്താ ഈ പറയുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. ആന്റി, അത് പിന്നെ ഞങ്ങള് ഇരട്ട പെൺകുട്ടികളായിരുന്നു. എൻ്റെ അച്ഛനമ്മയ്ക്കും ഞങ്ങൾ 2 പെൺകുട്ടികളാ, കല്യാണിയും ഞാന് ശ്രുതിയും എന്ന് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ഇത് കല്യാണിയാണോ? അതെ ആന്റി, ഇത് കല്യാണിയുടെ ഫോട്ടോയാ. പിന്നെ ഈ കാണുന്ന അമ്മ കല്യാണിയുടെ അമ്മായിയമ്മയാണ്. ഈ കാണുന്നത് കല്യാണിയുടെ മകൻ ആദിയാണ് എന്നും പറയുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കാണ്, അങ്ങനെയാണെങ്കിൽ പിന്നെ കല്യാണി അവരെ വന്നിട്ട് നീ എന്താ മൈൻഡ് ചെയ്യാനേ? നിനക്ക് അവരോട് യാതൊരു താല്പര്യം നീ കാണിച്ചില്ലല്ലോ. അവർ നിന്നെ ഒന്നും പറഞ്ഞില്ലെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അവർക്കറിയില്ല ഞാൻ അവരുടെ മകളുടെ ഇരട്ടയാണെന്ന്. അല്ല, അതങ്ങനെ അറിയാതിരിക്കും? നീയും ആ പെണ്ണും ഒരേ ചായയല്ലേ, അപ്പൊ മനസ്സിലാകാതിരിക്കുവോ? അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞാനത് അവരോട് ചോദിച്ചു. അപ്പൊ അവരിങ്ങനെ പറയുന്നുണ്ട്. അവരിടയ്ക്ക് പറഞ്ഞു എൻ്റെ മരുമകളുടെ അതേ ഷേപ്പാണ് ഞാനെന്ന്. അതുകൊണ്ടാ ഞാനൊന്നും പറയാതിരുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ല, ഇതെന്താ സംഭവം എന്ന് ചന്ദ്ര ചോദിക്കാണ്. അത് പിന്നെ ആന്റി, അത് വലിയൊരു കഥയാ. ഏകദേശം +2 പഠിക്കുന്ന സമയത്താണ് ഞാനും എൻ്റെ ചേച്ചിയും കൂടി സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ചേച്ചിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. നന്നേ ചെറുപ്പമായിരുന്നല്ലോ. അച്ഛൻ പലതവണ ചേച്ചിയെ വാൺ ചെയ്താണ്. ചേച്ചിക്ക് 18 വയസ്സ് പൂർത്തിയായപ്പോഴേക്കും ആ പയ്യൻ്റെ കൂടെ ചേച്ചി ഒളിച്ചോടിപ്പോയി. പിന്നീട് ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അറിയുന്നത് അവള് മരിച്ചുപോയിന്ന്. അപ്പോഴേക്കും ചന്ദ്ര അയ്യോന്ന് വെക്കുന്നുണ്ട്. അതെ ആന്റി, അവള് മരിച്ചുപോയി. അച്ഛനാണെങ്കിലോ ഒരിക്കലും അവളുമായിട്ട് യാതൊരു ബന്ധം പാടില്ലെന്നാ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ആ സത്യം അച്ഛൻ വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ ഈ ഒരു സംഭവമൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഹൃദയം പൊട്ടി മരിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്നായി ശ്രുതി അഭിനയിച്ച് മെഴുകുന്നുണ്ട്. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് ആന്റി.
ആന്റിക്ക് സംശയം ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് വേറെ രീതിക്കൊന്ന് അന്വേഷിച്ച് നോക്ക്. പക്ഷെങ്കിൽ ഞാൻ കല്യാണിയുടെ സഹോദരി ശ്രുതിയാണെന്നൊന്നും അവർക്കറിയില്ല എന്നും ശ്രുതി പറയുന്നുണ്ട്. എന്നോട് അവർ പറഞ്ഞിരുന്നു അവരുടെ മകളുടെ അതേ മുഖച്ഛായാണ് എനിക്കെന്ന്. പക്ഷെങ്കിൽ ആദിക്ക് അവൻ്റെ അമ്മയെ കണ്ട ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെയാണ് അവൻ എന്നെ അറിയത്തില്ലാത്തത്. ഇവിടെ വന്നപ്പോൾ ഞാനോട് നിൽക്കാൻ പറഞ്ഞതിൻ്റെ കാരണമൊക്കെ എന്താണെന്ന് അമ്മയ്ക്കിപ്പോൾ മനസ്സിലായില്ലേ? എൻ്റെ ചേച്ചിയുടെ, എൻ്റെ 1 മിനിറ്റ് വ്യത്യാസമുള്ള ചേച്ചിയുടെ കുഞ്ഞാണവൻ. അതുകൊണ്ടാണ് എനിക്കവരുടെ ചെറിയ വാത്സല്യമൊക്കെ. പക്ഷെങ്കിൽ അച്ഛന് ഞാനൊരു സത്യം ചെയ്തു കൊടുത്തു. ഒരിക്കലും അവളുടെയോ അവളുടെ കുഞ്ഞിനോടോ അവളുടെ കാര്യങ്ങളൊന്നും നോക്കില്ല എന്നും അവരെ ഞാൻ സ്വീകരിക്കില്ല എന്നും ആ വാക്ക് മരണം വരെ എനിക്ക് പാലിക്കണം അമ്മേ. അതുകൊണ്ടാണ് ഞാനിതൊന്നും ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയാണ്. എൻ്റെ കല്യാണി അവൾ മരിച്ചുപോയി. അതേ ഷേപ്പിലുള്ള എന്നെ കണ്ടപ്പോൾ ആ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. ആ അമ്മ പലതവണ പറഞ്ഞു എൻ്റെ മരുമകളുടെ അതേ ഷേപ്പാണെന്ന്. അല്ല, അപ്പൊ ആ പയ്യന്റെ അച്ഛനെവിടെ? ഈ പറഞ്ഞ കല്യാണിയുടെ ഭർത്താവ്, നിന്റെ ചേച്ചിയുടെ ഭർത്താവെന്ന് ചോദിക്കുമ്പം ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ കല്യാണിയും അവളുടെ ഹസ്ബൻഡും കൂടി ബൈക്കിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ആക്സിഡന്റ് ആയിട്ട് രണ്ടുപേരും മരിച്ചു പോയത്. ആ പയ്യനെ പിന്നെ വളർത്തുന്നത് ആ അമ്മയാ. അവർക്ക് കുറച്ച് സ്വത്തുക്കളൊക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് ആ പയ്യനെ വളർത്തുന്നത്. ആ ചേച്ചിക്ക് ആ ആന്റിക്ക് മറ്റാരുമില്ലെന്നൊക്കെ ശ്രുതി കള്ളക്കഥ ഇങ്ങനെ പറഞ്ഞ് മെനയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ട് ചന്ദ്ര ആകെപ്പാടെ ഞെട്ടി നിൽക്കാണ്. അമ്മേ, ഈ കാര്യങ്ങളൊന്നും ശ്രുതിയോട് ഞാൻ പറഞ്ഞിട്ടില്ല. മറ്റാരും ഇതൊന്നും അറിയണമെന്നാണ് ഞാൻ കരുതുന്നത്. എങ്ങനെയെങ്കിലും ഞാനാണ് കല്യാണിന്റെ സഹോദരി എന്നെങ്ങാനും അവരറിഞ്ഞാൽ പിന്നെ ആ പയ്യനെ നോക്കേണ്ട ബാധ്യത നമുക്കാവൂലേമേ. അതുകൊണ്ടാ എന്ന് പറയുമ്പം ചന്ദ്രയുടെ വീക്ക് പോയിന്റ് തന്നെ പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ശ്രുതി. ചന്ദ്ര പറയാണ്, അത് ശരിയാ നീ പറഞ്ഞത്. അങ്ങനെയെങ്ങാനും അറിഞ്ഞാൽ പിന്നെ അത് മതി. തള്ളയും മോനും ഇവിടെ ഒന്ന് താമസിക്കും. അതുകൊണ്ടാമേ ഞാനത് വേണ്ടെന്ന് വെച്ചത്. ഇപ്പം പറ, ഞാൻ ചെയ്ത തെറ്റാണോ? അയ്യോ സോറി മോളെ, നീ ഇത് കണ്ടു നോക്കിക്കേ. ഈ ഫോട്ടോയിൽ നിന്നെപ്പോലെ തന്നെ ഇരിക്കുന്നു. അപ്പോൾ ആരാണെങ്കിലും ഒന്ന് സംശയിക്കില്ലേ? അതുകൊണ്ടാ മോളെ എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറയുമ്പോൾ, ശരി ആൻറ്റി, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി ഈ കഥ, മറ്റാരും അറിയണ്ട. ഇതെങ്ങാനും പുറത്തറിഞ്ഞാലേ പിന്നെ അത് മതി, സച്ചിൻ രേവതിയും കൂടി എന്തെങ്കിലുമൊക്കെ കള്ളക്കഥ പറഞ്ഞുണ്ടാക്കും. ഇല്ല മോളെ, ആരോടും പറയില്ല, അമ്മ ഏറ്റു എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും വീണ്ടും ഭയങ്കര സ്നേഹത്തിലാവുന്നുണ്ട്. അവൾ ആ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് റൂമിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു ദീർഘശ്വാസം വിടുന്നുണ്ട്. എൻ്റെ ഈശ്വര, ഒരു കള്ളം മറയ്ക്കാൻ ഞാൻ 1000 കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്നാണ് എൻ്റെ മേലെ പിടിവീഴുന്നതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ ആകെപ്പാടെ വിഷമിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്രയ്ക്കാണെങ്കിലും സമാധാനമായി. ഇത്രയും നേരം അവളാണ് കള്ളിയെന്ന് കരുതിയിരിക്കുകയായിരുന്നല്ലോ. പക്ഷെ ഇപ്പം അതല്ലെന്ന് മനസ്സിലാക്കി ചന്ദ്രയും ആശ്വാസത്തിലിരിക്കുന്നുണ്ട്. ഇതുപോലുള്ള സ്റ്റോറീസൊക്കെ നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.